നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണവിലയിൽ ഞങ്ങളിന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. സ്വർണം പവന് 5800 വരെ കുറഞ്ഞേക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണവില 22 ക്യാരറ്റിന് $4007 വരെ ഔൺസിന് വില കുറഞ്ഞിരുന്നു. അത് രാവിലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ $4113 ആയിരുന്നു. അത് 4381 വരെ കയറിയതിന് ശേഷമാണ് ഈ 4007 വരെ താഴ്ന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം 0.06% ഇന്ന് രാവിലെ ഇടിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഗ്രാമിന് 730 വരെ കേരളത്തിൽ കുറയാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് പരമാവധിയാണ്. എങ്കിലും ഏകദേശം ഒരു 400 രൂപയ്ക്കും 730 രൂപയ്ക്കും ഇടയിൽ 22 ക്യാരറ്റിന് കേരളത്തിൽ വിലയിടിയുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇവിടെ സംഭവിച്ചത് 510 രൂപ ഗ്രാമിന് കുറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 24 മണിക്കൂറിനിടയിൽ 510, അതായത് ഏകദേശം 24 മണിക്കൂറിന് മുമ്പ് സ്വർണ്ണവില ഗ്രാമിന് 12,170 ആയിരുന്നു, പവന് 97,360 ആയിരുന്നു. ഇപ്പോൾ ഇന്ന് ഏകദേശം 11 മണിക്ക് ഞങ്ങളിത് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ഒടുവിലത്തെ വില ഗ്രാമിന് 22 ക്യാരറ്റിന് കേരളത്തിലെ വില 11,660 ഇടിഞ്ഞു. പവന് 93,280 രൂപയായിരുന്നു. ആണ് ഈ രാവിലെ 11 മണിക്ക്, അതായത് ഞങ്ങൾ ഒക്ടോബർ 22 രാവിലെ 11 മണിക്കാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് 24 മണിക്കൂറിനിടയിൽ പവന് 4080 രൂപ കുറഞ്ഞു. ഗ്രാമിന് 22 ക്യാരറ്റിന് ഗ്രാമിന് 510 കുറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസാണ്. വലിയ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വർണ്ണവിലയുടെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ നമുക്ക് ഒരു ദിവസം പരമാവധി പോയാലൊരു ഗ്രാമിന് 100 രൂപ വരെ ഇടിയുന്ന ഒരു അനുഭവമായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെയുള്ളത്. പക്ഷെ ആ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിപ്പോൾ 24 മണിക്കൂറിനിടയ്ക്ക് വില ഇടിഞ്ഞ 510 രൂപയാണ് ഗ്രാമിന് ഇടിഞ്ഞേക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരവധി ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ പഠിച്ച ശേഷമാണ് ഈ വിവരം ഞങ്ങൾ പറയുന്നത്. അതായത് സ്വർണം പവന് ഇനിയുള്ള മാസങ്ങളിൽ, അതായത് 1-2 മാസത്തിനുള്ളിൽ തന്നെ, ഏറിയാൽ 4-5 മാസത്തിനുള്ളിൽ തന്നെ പവന് 22 ക്യാരറ്റ് സ്വർണം പവന് 65,000 രൂപ മുതൽ 75,000 രൂപ വരെയുള്ള ആ റേഞ്ചിൽ ഇടിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഭൂരിപക്ഷം റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് വേണമെങ്കിൽ, അങ്ങനെ വരണമെങ്കിൽ ഡോളർ കരുത്താർജിക്കണം, അതുപോലെ തന്നെ ഓഹരി വിപണികൾ ശക്തമാവണം. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ട്രംപിൻ്റെ ഈ തലതിരിഞ്ഞ ഓരോ നയങ്ങൾ മാറ്റിപ്പിടിക്കണം. അപ്പോൾ ശരിക്കും ട്രംപ് ഇപ്പോൾ വളരെയധികം സമ്മർദ്ദത്തിലാണ്. നിരവധി സമ്മർദ്ദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ളത്. അത് അദ്ദേഹത്തെ നികുതി യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം നിർബന്ധിതനായേക്കും. അതുമാത്രമല്ല, ഇപ്പോൾ
അമേരിക്കയിൽ തന്നെ ജനങ്ങൾ വളരെയധികം ശക്തമായ നിലയിൽ രോഷാകുലരായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച, ഈ വരുന്ന ആഴ്ച, ഒരു 7 ദിവസത്തിനുള്ളിൽ നിരവധി സംഭവങ്ങൾ നടക്കാനിടയുണ്ട്. അതായത് അതിൽ ഏറ്റവും പ്രധാനം, നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിജിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കാൻ വളരെയധികം സാധ്യതയാണ്. അപ്പോൾ അത് ഒരു 7 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള, ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ളതും ലോക സമ്പദ് രംഗത്തിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയും പിന്നെ ഗാസ യുദ്ധം ഇപ്പോൾ ഏകദേശം തൽക്കാലം നിന്നിരിക്കുകയാണ്. അത് വീണ്ടും പ്രശ്നം ആവാതിരിക്കുകയും പിന്നെ ഈ ഇറക്കുമതി ചുങ്കം, അതായത് ഈ നികുതി യുദ്ധത്തിൽ നിന്ന് ട്രംപ് പിന്മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡോളറും ഓഹരി വിപണി ശക്തി ആർജിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഇത് സംഭവിക്കും. എന്ത്? സ്വർണം പവന് 65,000-നും 70,000-നും ഇടയിൽ ആയിട്ട് വില ഇടിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് നിരവധി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെല്ലാം ബേസിക്കായിട്ട് വേണ്ടത് ഇതാണ്: സ്വർണം വില ഇടിയണോ? അത് നടക്കണമെങ്കിൽ ഡോളറും ഓഹരി വിപണിയും ശക്തി ആർജിക്കണം. അവിടാണ് കിടക്കുന്ന പ്രശ്നം. അത് നടക്കണമെങ്കിൽ ട്രംപ് മര്യാദക്കാരനാണല്ലോ. യാതൊരു ബോധവുമില്ലാതെ ഓരോ നികുതി ഏർപ്പെടുത്തുകയും ഇറക്കുമതി ചുങ്കമൊക്കെ ഏർപ്പെടുത്തി ആകെ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ. അത് കുറേയൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സംഭവം ഇതൊക്കെ ലോകത്തെ തന്നെ അനിശ്ചിതത്വത്തിലേക്കും സ്വർണ്ണവിലയെ ഏതാണ്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ നിലയിൽ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് സ്വർണ്ണവിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ നയങ്ങളൊക്കെ നേർവഴിക്ക് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിൽ ഒതുങ്ങുന്ന ഒരു രീതിയിലാവുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ആണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണം പവന് 65,000-നും 75,000-നും ഇടയിലേക്ക് താഴാനുള്ള സാധ്യതയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ ഔദ്യോഗികമായിട്ടുള്ള വിവരമൊന്നുമല്ല, മറിച്ച് ഇതിനുള്ള സാധ്യതകൾ ഈ മേഖലയിലെ നിരവധി വിദഗ്ധന്മാരും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഈ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ വില ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊരു ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്വർണം നിക്ഷേപമായിട്ട് കാണുന്ന ആൾക്കാർക്കാണ് ഈ വില ഇടിഞ്ഞാലുള്ള പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ അമിതമായിട്ട് ഇനി സ്വർണം വാങ്ങുന്നത് തൽക്കാലം ഒന്ന് നിർത്തുന്നതാണ് നല്ലത്. ഇപ്പം ഞാനുൾപ്പെടെ സ്വർണത്തിലൊക്കെ നിക്ഷേപിക്കുന്ന ആളാണ്. പല രീതിയിൽ ആഭരണമായിട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡും ഒക്കെ ആയിട്ട് എനിക്കും നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നം ആവാൻ സാധ്യതയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് എൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്: തൽക്കാല സ്വർണം ആഭരണമായിട്ടും വാങ്ങുന്നില്ല, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് താൽക്കാലികമായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു വില സ്ഥിരത, സ്വർണ്ണവിലയിലെ ആ വില സ്ഥിരത വന്നതിന് ശേഷം അത് മേലോട്ടോ താഴോട്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷമേ ഇനി ഞാൻ പുതുതായിട്ട് സ്വർണം വാങ്ങുന്നുള്ളൂ. പക്ഷെ തൽക്കാലം ഇപ്പോൾ നിക്ഷേപിച്ചതൊന്നും നമ്മൾ പിൻവലിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ നിർദ്ദേശവും ഇത് തന്നെയാണ്: സ്വർണം നിക്ഷേപമായിട്ട് കാണുന്നവർ സൂക്ഷിക്കുക. അതേസമയം സ്വർണം ആഭരണമായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോഴേ വാങ്ങണ്ട.
മനസ്സിലായില്ലേ? കാരണം വില ഇടിയാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. എനിവേ ഇപ്പോൾ ഡോളറ് ഇന്ത്യൻ രൂപയായിട്ടുള്ള നിലവാരത്തിൽ രൂപയുടെ മൂല്യം ഇപ്പോൾ 87 രൂപ 71 പൈസയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് രാവിലത്തെ വിലയിൽ നിന്ന് രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഡോളർ ഇൻഡെക്സ്, അതായത് ഈ യൂറോപ്യൻ കറൻസികളുമായിട്ടുള്ള ഡോളറിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ അത് മെച്ചപ്പെട്ട് വരികയാണ്. അപ്പോൾ രൂപയുടെ മൂല്യം ഇവിടെ ഇന്ത്യയിൽ മെച്ചപ്പെടുകയും യൂറോപ്യൻ കറൻസിയുമായിട്ട് ഡോളറിൻ്റെ വില മെച്ചപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് തുടർന്നാൽ, അതായത് ഡോളറിൻ്റെ വില മൂല്യം കരുത്താർജിച്ചാൽ തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ അടുത്ത ആഴ്ചയായിരിക്കും അതിൻ്റെ ഈ വരുന്ന ആഴ്ചയിൽ ഇനി ഉള്ള 7 ദിവസങ്ങളിൽ ഈ ട്രംപും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം വന്നാൽ തീർച്ചയായിട്ടും എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് സ്വർണ്ണമൊക്കെ പിൻവലിക്കുക എന്നുള്ളതാണ്. സ്വർണ്ണത്തിലെ നിക്ഷേപം പിൻവലിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബിസിനസ് തന്ത്രമായിട്ട് ഞാൻ കാണുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞാനിത് പറയുന്നത് നിരവധി ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ പഠിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ സംഭവം ഇതാണ്. സ്വർണം ഇപ്പോൾ 2025 ഒക്ടോബർ 22 11:30 ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. 11:30. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ബിസിനസ് തന്ത്രം ഈ നിക്ഷേപമായിട്ട് കാണുന്ന എന്നെ പോലുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ്: മോദി ട്രംപ് കൂടിക്കാഴ്ച പോസിറ്റീവായി മാറുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമുക്ക് സ്വർണം പിൻവലിക്കുക, സ്വർണ്ണ നിക്ഷേപങ്ങളൊക്കെ പിൻവലിക്കുക. അതേസമയം വാങ്ങാനുള്ളവർ തൽക്കാലത്തേക്ക് ഒരാഴ്ച ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വാങ്ങിയാൽ മതി. കഴിവതും ഒരാഴ്ച സ്വർണം വാങ്ങരുത്, പുതുതായിട്ട് വാങ്ങരുത്. മറിച്ച് ഒരാഴ്ച ഒന്ന് ക്ഷമിക്കുക. അതിനുശേഷം ഈ സ്വർണത്തിൻ്റെ വില താഴുകയാണെങ്കിൽ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വാങ്ങുന്നതാണ് ആഭരണമായിട്ട് വാങ്ങുന്നവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച പോസിറ്റീവായിട്ട് തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ തന്നെ, വരുന്ന ആഴ്ചയിൽ തന്നെ നിക്ഷേപമായിട്ട് കാണുന്നവർ, സ്വർണം നിക്ഷേപമായിട്ട് കാണുന്നവർ വിറ്റ് മാറുന്നതാണ് നല്ലത്. അതാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 2025 ഒക്ടോബർ 22 11 AM വില നോക്കുമ്പോൾ ഗ്രാമിന് കേരളത്തിൽ 11,660 പവന് 93,280 വില. അപ്പോൾ അത് ഇന്ന് പോയി സ്വർണം കയറി അങ്ങ് വാങ്ങരുത്, ഒരാഴ്ച ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിൻ്റെ വില ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഔൺസിന് $4,134 ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. അത് ഇന്നത്തെ വ്യാപാരം നടക്കുന്നത് 4,007 4,150 ഇടയിലാണ്, $50 ഇടയിലാണ്. ഔൺസിന് 22 ക്യാരറ്റിൻ്റെ സ്വർണത്തിൻ്റെ വില ഇൻ്റർനാഷണൽ ലെവലിൽ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒരു ചാഞ്ചാട്ടം എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം മാത്രം സ്വർണം വാങ്ങിയാൽ മതി. ആത്യന്തികമായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന നിർദ്ദേശം ഇതാണ്: സ്വർണം ഒരാഴ്ചത്തേക്ക് വാങ്ങരുത്, ഒരു തരത്തിലും. ആഭരണമായിട്ടും വാങ്ങരുത്, നിക്ഷേപമായിട്ടും വാങ്ങരുത്. വാങ്ങുന്നവർ
ഈ ആഭരണമായിട്ട് വാങ്ങുന്നവർ ഒരാഴ്ച കഴിഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് മോദി ട്രംപ് കൂടിക്കാഴ്ച, നിർണായകമായ ആ കൂടിക്കാഴ്ച വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ആഭരണമായിട്ട് വാങ്ങുന്നവർ പിന്നെയും വെയിറ്റ് ചെയ്യുക. അതേസമയം നിക്ഷേപമായിട്ട് കാണുന്നവർ ഈ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ സ്വർണത്തിലുള്ള നിക്ഷേപങ്ങളെല്ലാം പിൻവലിക്കുന്നതാണ് നല്ലത്. അതായത് പൊതുവേ ഉള്ള നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഡോളർ കരുത്താർജിച്ചാൽ തീർച്ചയായിട്ടും സ്വർണത്തിന് വിലയിടിയും. അപ്പോൾ ഡോളർ കരുത്താർജിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നതെന്നും പറയാൻ ഒക്കത്തില്ല. ഇതിനിടയ്ക്ക് ഗാസ യുദ്ധം കയറി വീണ്ടും പ്രശ്നമായാൽ വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ പൊതുവേ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു അനിശ്ചിതത്വം നമ്മളെല്ലാവരെയും എല്ലാ മേഖലയിലും എല്ലാ കാര്യത്തിലും എല്ലാ രംഗങ്ങളിലും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പകരമാണ് യാതൊരു അനിശ്ചിതത്വവും ഇല്ലാത്ത സംഘർഷരഹിതവും സമ്പൽ സമൃദ്ധവുമായിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, കറൻസി രഹിത വ്യവസ്ഥ എന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അനിശ്ചിതത്വമൊന്നും അതിനകത്തില്ല. വിലക്കയറ്റമില്ല, ഇൻഫ്ലേഷനില്ല, റിസഷനില്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ സമ്പൽ സമൃദ്ധിയും സംഘർഷരഹിതവുമായിട്ടുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം കറൻസി രഹിത വ്യവസ്ഥയിലൂടെ. പക്ഷേ അത് മലയാളികൾക്ക് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ സാമ്പത്തിക വിദഗ്ധർക്ക് ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഈ കറൻസി രഹിത വ്യവസ്ഥയുടെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ശക്തി മനസ്സിലായി കഴിഞ്ഞു. അത് അവർ 2000 ശിഷ്ടം സാമ്പത്തിക വിദഗ്ധർ കറൻസി രഹിത വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പൊതുവേ BBC ആയാലും CNN ആയാലും ഫോക്സ് ന്യൂസ് ആയാലും ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതവും സമ്പൂർണമായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശം ലോകത്ത് ഒരു മാധ്യമവും BBC തൊട്ട് നമ്മുടെ മലയാള മനോരമ വരെയുള്ള ഒരു മാധ്യമവും നിർദ്ദേശിക്കുന്നില്ല. അത് നിർദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചാനൽ മാത്രമാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ സ്വർണം വില ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഓരോ സെക്കൻഡിലും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നിപ്പോൾ ഏകദേശം 3 മണിക്കൂറിന് ഇടയിൽ ഞങ്ങൾ നടത്തിയ 3 മണിക്കൂർ മുമ്പ് നടത്തിയ ഒരു പ്രവചനം ഏതാണ്ട് 100% തന്നെ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനലിന് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും സ്വർണം കിലോ കണക്കിന് വാങ്ങാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.